തൃശ്ശൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാദബ്രഹ്മം ഇപ്പോൾ ആരോഗ്യ മേഖലയിലേക്കും കടന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദേശീയ ബോധവും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ദേശീയ ബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓഗസ്റ്റ് 15-ാം തീയതിയും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നാദബ്രഹ്മം നടത്തി വരാറുള്ള സംഗീതോത്സവം ഇതിനകം ലോക പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംഗീതത്തിലൂടെ സന്തോഷം, സമാധാനം, സ്നേഹം, ഹാർമണി ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നാദബ്രഹ്മം ചെയ്യുന്ന ഈ പരിശ്രമത്തെ ഞാൻ വളരെ ആദരവോടെ കാണുകയാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിലും നാദബ്രഹ്മം എന്നും മുൻപിലാണ്. നാദബ്രഹ്മവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്കറിയാം, എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ നീരാഞ്ജലി ഹാളിൽ വെച്ച് ഭുവനേശ്വരി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഒരു സംഗീത ഉത്സവം നാദബ്രഹ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സമസ്ത മേഖലകൾക്കും വേണ്ടി നാദബ്രഹ്മം നടത്തുന്ന ഈ സേവനങ്ങൾ എന്നും വിലപ്പെട്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് എനിക്ക് തന്ന ഈ സ്വീകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.